ബജറ്റിനെ ഞാൻ കാണുന്നത് അതൊരു വോട്ട്ഖാന ബജറ്റ് എന്നുള്ളതാണ്. വോട്ട്ഖാന ബജറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കൺകെട്ട് വിദ്യ നിർമ്മലാ സീതാരാമൻ എന്ന ധനമന്ത്രി ഈ ബജറ്റിലൂടെ പ്രയോഗിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പൊടിക്കൈ എന്ന വാക്ക് ഞാൻ കടമെടുക്കുന്നു. നമ്മൾ സാധാരണ ലോജിക്കൽ ഫാലിസിൽ റെഡ് ഹെറിംഗ് എന്ന് പറയും. റെഡ് ഹെറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പെട്ടെന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി കുറച്ചുകൂടി അപ്രധാനമായൊരു വിഷയം മുന്നിലേക്ക് വെച്ചുകൊണ്ട് അതിനെ ശ്രദ്ധ തിരിക്കുകയാണ്. ഈ ബജറ്റ് മുഴുവൻ ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്നത് മിഡിൽ ക്ലാസിൻ്റെ പേരാണ്. പക്ഷേ നിങ്ങൾ ഈ മിഡിൽ ക്ലാസ് ആരാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? മിഡിൽ ക്ലാസിനെ കുറിച്ചൊരു ഡെഫിനേഷൻ നമ്മുടെ രാജ്യത്തുണ്ടോ? മിഡിൽ ക്ലാസിനെ കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് വ്യത്യസ്ത പഠന ഗവേഷണ സ്ഥാപനങ്ങൾക്കുള്ളത്. നോക്കൂ, അഭിജിത് ബാനർജി എസ്തേ ഡെഫ്ലോ ഈ മിഡിൽ ക്ലാസിനെ ഡിഫൈൻ ചെയ്തത് 58,000 രൂപ മുതൽ 2,09,000 രൂപ വരെ ഒരു വർഷം വരുമാനം ലഭിക്കുന്ന ആൾക്കാരെയാണ്. നിലവിൽ ഇവരെയാണ് അഭിജിത് ബാനർജി എന്ന നമ്മുടെ നോബൽ ലോറേറ്റ് നമ്മളോട് പറയുന്നത്. ഇതാണ് മിഡിൽ ക്ലാസിൻ്റെ കണക്കെങ്കിൽ ഇന്ത്യയിൽ ഇതിനകം തന്നെ അവർക്ക് ടാക്സ് എക്സംഷൻ ഉണ്ട്. കാര്യം 3 ലക്ഷം വരെ ടാക്സ് ഇളവാണ്. അപ്പോൾ അഭിജിത് ബാനർജിയുടെ ഡെഫിനിഷനിൽ പെടുന്ന മിഡിൽ ക്ലാസ്സിന് വേണ്ടിയല്ല. ഇനി പ്രൈസ് എന്ന് പറയുന്ന മറ്റൊരു ഏജൻസി മിഡിൽ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതാകട്ടെ ഹൗസ് ഹോൾഡിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ വരുമാനം കിട്ടുന്ന ഹൗസ് ഹോൾഡുകളെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് വേണ്ടിയാണോ നിലവിൽ ഈ ടാക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്?